നമസ്കാരം. ഞാൻ രാജൻ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രാവ് സ്നേഹികൾക്കും ഞാൻ വലിയൊരു നമസ്കാരം പറയും. കാര്യം ഞാൻ ഇന്ന് വരയ്ക്കും എൻ്റെ പ്രാവിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെറിയ വീഡിയോ ആയിട്ടും എൻ്റെ വോയിസ് ക്ലിപ്പായിട്ടും ഞാൻ ഒരാളെയും മുഖം നോക്കാതെ, കൊച്ചു കുട്ടിയെന്നില്ലാതെ, വലിയ കുട്ടിയെന്നില്ലാതെ, പണക്കാരൻ എന്നല്ലാതെ, പാവപ്പെട്ടവനെന്നില്ലാതെ, അതായത് ഞാൻ ഒരാളിന്റെയും ഒരു ബയോഡാറ്റയും അന്വേഷിക്കാതെയാണ് എന്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. എന്നെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത് റിൻസ് എന്ന് പറയുന്ന യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും അദ്ദേഹത്തിന് 2 വീഡിയോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിനകത്ത് എന്റെ 2 വീഡിയോ. ഈ 2 വീഡിയോയും ഉണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു ലോഫ്റ്റിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കൊടുത്ത പ്രാവ് പറക്കില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വ്യക്തിഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒരു വ്യക്തിഗതയില്ല. 1/2 മണിക്കൂർ 2 മണിക്കൂർ ഒരു പ്രാവ് പറക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പറവപ്രാവിനെ പിടിച്ച് ജോടിയിട്ട് കഴിഞ്ഞാൽ എത്ര അറിഞ്ഞൂടാത്തൊരു കൊച്ചനുജന്റെ കയ്യിൽ അത് 2-3 മണിക്കൂർ പറക്കും. അത് അറിഞ്ഞൂടാത്തവരുടെ കയ്യിൽ എത്ര ക്വാളിറ്റി ഇല്ലാത്ത പ്രാവായിരുന്നു. പക്ഷെ ഇവർക്ക് ഞാൻ കൊടുത്തത് നല്ല ക്വാളിറ്റി പ്രാവ് തന്നെയാണ് കൊടുത്തത്. ആ പ്രാവ് വാങ്ങിച്ചു എന്ന് പറയുന്നതൊക്കെ പരമ സത്യമാണ്. ഇയാൾ പറയും പോലെ വലിയ പൈസയ്ക്കൊന്നും അല്ല പ്രാവ് കൊടുത്തത്. ഈ പ്രാവ് കൊടുത്തത് ഒരു ജോഡി പ്രാവിന് 5000 രൂപയാണ് ഞാൻ പ്രാവ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വലിയ പൈസ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ എമൗണ്ട് ഞാൻ വാങ്ങിച്ചെന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അത് എന്ത് തന്നെ ആയിരുന്നാലും ഇയാൾ ഈ 4 പ്രാവ് കൊണ്ടുപോയതിന് ശേഷം ആ പ്രാവിനെ കുഞ്ഞെടുത്ത് പറത്തിയ കാര്യങ്ങൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ ആ രേഖകളൊന്നും എനിക്കിപ്പം സമർപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മൊബൈലിൽ എത്രയും മൊബൈലിൽ ബോംബ് വീണിട്ടുണ്ട്. ആ ബോംബ് വീണ് എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈലേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ രേഖകളൊന്നും എനിക്കിപ്പം തരാൻ കഴിയില്ല. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അതിനുശേഷം അദ്ദേഹം എന്റെ അടുത്ത് 5 കുഞ്ഞ് ആവശ്യം. 5 കുഞ്ഞ് ആവശ്യപ്പെട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്റെ കുഞ്ഞിലന്ന് കൊടുക്കാനില്ല, കൊടുക്കാൻ പറ്റിയ കുഞ്ഞില്ല. കാരണം ഞാൻ പറത്തി മുറിച്ചു വെച്ചിരിക്കുന്ന പ്രാവല്ലാതെ വേറെ ഒന്നും എനിക്ക് കൊടുക്കാനില്ല. അപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞില്ല, കുഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തോ ഒരു അത്യാവശ്യം വന്നു. അപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് 5 കുഞ്ഞില്ല, നിങ്ങൾ വന്ന് ഇവിടുന്ന് ഒരു 3 കുഞ്ഞ് എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അയാള് ഈ ട്രിവാൻഡ്രത്ത് എവിടെ ജോലി ചെയ്യാണ്, ജോലിയുള്ള ഒരാളാണ് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാർ എന്ത് സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയാള് വൈകുന്നേരം ആയപ്പോ ഇവിടെ വന്ന് 3 കുഞ്ഞിനാ എന്റെ വെട്ടി വയ്ക്കുന്ന ഒരു കൂടുണ്ട്, തടിക്കൂട് കുഞ്ഞുങ്ങളാ. അതായത് പകൽ എനിക്ക് 2 പറവ അല്ലെങ്കിൽ 3 പറവയെ കൊടുക്കാക്കുള്ളൂ. അതിൽ കൂടുതൽ ഇവിടെ പറത്താക്കൂല, ആ പ്രാവ് കിട്ടൂല. അത് കഴിഞ്ഞിട്ട് നൈറ്റാണ് ആ പ്രാവിനെ പറത്തുന്നത്. പറത്തി കണ്ണ് തിളച്ച് കുറെ പറത്തിയതിന് ശേഷം ഞാൻ മുറിച്ചു വയ്ക്കും. ഇതാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അങ്ങനെ ഒരു 12 കുഞ്ഞ്. കാരണം ഈ 12 അറയ്ക്കകത്തും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു 12.5 കൂടാണ് ഓരോ പ്രാവുകളുടെ തന്നെ 12.5 കൂട്. അതിനകത്ത് നിന്ന് ആ കൂടിന്റെ ഡോറ് ഞാൻ തുറന്നു വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾ 3 കുഞ്ഞു പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം 3 കുഞ്ഞു പിടിച്ചു. 4ാമതൊരു കുഞ്ഞ് ജാക്ക് പുള്ളി കുഞ്ഞു. അപ്പൊ അതും കൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, അതും കൂടി എടുത്തോ. 4000 രൂപ ആ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു. ഏകദേശം ദസ്താവാറായ കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞു ഞാൻ പറത്തി മുറിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിട്ട് പ്രാവ് അഥവാ അവിടെ നിന്ന് ഫസ്റ്റ് പറവയെ സെക്കൻഡ് പറവയെ മിസ്സാവണേ എന്നെ ഉടനെ കോൾ ചെയ്യണം. ഒരുപക്ഷെ ഇത്രയും ദൂരം പ്രാവ് 50% വരാൻ ചാൻസ് ഉണ്ട്, 50% വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ പ്രദേശത്ത് വന്നാൽ തന്നെ ആ പ്രാവിന് ഇറങ്ങണമെന്നില്ല. ആ നിമിഷം വൈകി എടുത്തുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെയും വൈകി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും പ്രാവ് രക്ഷപ്പെട്ടു വരാൻ യാതൊരു ചാൻസും ഇല്ല. ഇതിൽ നിന്ന് 3 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ 3 കുഞ്ഞുങ്ങൾ മിസ്സായപ്പോ ഇതൊന്നും ഞാൻ അറിയില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു വാക്ക് പോലും ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ആ വ്യക്തി വിളിക്കുന്ന ഏത് അമ്പലത്തിലോ ഏത് പള്ളിയിലോ ഞാൻ വന്ന് സത്യം ചെയ്യാൻ തയ്യാറാണ്. അതിൽ കൂടുതൽ എനിക്ക് തെളിവ് തരായില്ല. പക്ഷെ ഈ സത്യം ചെയ്യുന്ന സ്ഥലം ഏത് അമ്പലമായിരുന്നാലും ശരിയെന്നെ, ഏത് പള്ളിയായിരുന്നാലും ശരിയെന്നെ, ഞാൻ കള്ളസത്യമാണ് ചെയ്യണമെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ രക്തം ഛർദ്ദിച്ച് അവിടെ മരിക്കണം എന്ന ആ സ്ഥലത്ത് ഞാൻ വരാൻ തയ്യാറാണ്. അദ്ദേഹം വിളിക്കുന്നത്. ഞാൻ സത്യം ചെയ്തതിന് ശേഷം അദ്ദേഹം സത്യം ചെയ്താൽ മതി. ഞാൻ കള്ളസത്യമാണ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം മരിക്കുമല്ലോ. കാരണം അദ്ദേഹം ആ രീതിയിലാണ് എന്നെ കൊന്നിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ കൂടി ഒരുപാട് വ്യക്തിഹത്യ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോഴും ഞാൻ വിചാരിച്ചെന്താണ്,
ഞാന് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഓരോ ആൾക്കാരും എന്നെ വ്യക്തിഗത ചെയ്യണമെന്ന് തന്നെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ന് പറയുന്നത് ഇന്നും പറയും. നീ എത്ര അപമാനം ഉണ്ടായാലും ശരി തന്നെ, എത്ര ചീത്തപ്പേര് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശരി തന്നെ, എന്റെ വാ അടക്കി അവരെ കൊണ്ട് കഴിയില്ല. ഞാനൊരു കൊച്ചനിയനായിരുന്നാലും എത്ര രാത്രിയായിരുന്നാലും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ പ്രാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 3 പ്രാവ് അവിടെ നിന്ന് മിസ്സാവും. അവിടെ നിന്ന് മിസ്സാവുന്ന കാര്യമൊന്നും ഞാൻ അറിയില്ല. ദിവസങ്ങൾക്ക് ശേഷം ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്കൊരു കോൾ. അതിന്റെ ഇടയിലെല്ലാം കോളുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ അടുത്ത് പറയാണ്, ചേട്ടന്റെ നിന്ന് കൊണ്ടുപോയ 3 കുഞ്ഞ് എന്റെ മിസ്സായി. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം കുഞ്ഞിനെ എടുക്കാം. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ഒരുമാതിരി എന്തോ പോലെയായിപ്പോയി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങളെ കുഞ്ഞ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ആ സ്പോട്ടിൽ അറിയിക്കും ഇവിടെ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. ഈ അലഞ്ഞു തിരിഞ്ഞ് വരുന്ന കുഞ്ഞിനെ ഞാൻ പിടിച്ച് മാറ്റിയിടേയുള്ളൂ. എന്റെ കൂട്ടി പോലും ഞാൻ കയറ്റും. നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പ്രാവ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള കോൾ എന്താണ് നിങ്ങൾ ചെയ്തത്? ഞാൻ പിടിച്ച് പ്രാവിട്ടിരിക്കുന്നു വിചാരിച്ച ഞാൻ എന്റെ കുട്ടിയെ കൊണ്ടുവരെ സത്യം ചെയ്തു. ഞാൻ എന്റെ ഓട്ടിക്കുന്ന വണ്ടിയെ കൊണ്ട് സത്യം ചെയ്തു. എന്റെ നിറകൂട് പ്രാവിനെ കൊണ്ട് സത്യം ചെയ്തു. അദ്ദേഹത്തിന് അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം പറഞ്ഞ അത് നിങ്ങൾക്ക് തരാൻ മനസ്സിലാക്കൊണ്ട് പ്രാവ് മാറ്റിക്കാണ്. ആ വിഷയത്തിൽ മാത്രമാണ് ആ വ്യക്തി ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹമായിട്ട് ഞാൻ യാതൊരു കോണ്ടാക്റ്റും വെച്ചില്ല. ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്നൊരാൾ വിളിച്ച് പറയാണ്, ചേട്ടാ റിൻസിന്റെ വീഡിയോ ഇങ്ങനെ കറങ്ങിയാണ്, അതിൽ ചേട്ടനെ പറ്റി ഇങ്ങനെ പറയുന്നു. റിൻസ് എന്ന് പറയുന്ന സഹോദരന്റെ അടുത്ത് നിങ്ങൾ യൂട്യൂബ് കൊണ്ട് നടക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു അഭിമുഖം തരുകയാണ്. ഞാൻ വേറൊരു വ്യക്തിയെ പറ്റി ചീത്തയായിട്ടുള്ള അഭിമുഖം നിങ്ങൾ തരുമ്പോൾ ആ വ്യക്തി കൊള്ളാത്തൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാമാന്യ ഒരു ബുദ്ധിക്ക്, സാമാന്യ ഒരു നിങ്ങളെ ആ ഒരു കടമ, നിങ്ങൾ യൂട്യൂബർ എന്നുള്ള ആ കടമയിൽ ഞാൻ ഏത് വ്യക്തിയുടെ അടുത്താണോ പറയണത് ആ വ്യക്തി നിങ്ങൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തെങ്കിലും ചോദിക്കാം, ഈ വ്യക്തി പറയുന്നത് ശരിയാണോ? നിങ്ങളത് ചോദിച്ചില്ല. നിങ്ങളത് എന്നോട് ചോദിച്ചില്ല. എന്റെ ഫോൺ നമ്പർ നിങ്ങളതിലുണ്ട്, എന്റെ നിങ്ങളെ യൂട്യൂബിനകത്തുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? അദ്ദേഹം നിങ്ങൾക്ക് തന്നു, അദ്ദേഹം നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് റിൻസ് എന്ന് പറയുന്ന ഈ യൂട്യൂബറിന്റെ വ്യൂസ് കൂട്ടാനും അതിന് റിച്ച് കയറാനും വേണ്ടി ഈ വീഡിയോ മനഃപൂർവ്വം ചെയ്തു. ഞാന് ഇന്നും വിശ്വസിക്കുന്ന 100% ആ വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്റെ പൊന്നു സുഹൃത്തെ റിൻസെ, ഇത് നിങ്ങൾ അധിക നാള് നിങ്ങളെ ഈ യൂട്യൂബ് കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. നിങ്ങള് ആദ്യം ചെയ്തത് ഞാൻ കണ്ട് നിങ്ങൾ ഓരോ സെയിലിടുന്ന കൂട്ടിലും പോയിട്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നിങ്ങൾ എന്നിട്ട് ഓരോ കൂടുകളിലും വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ എടുത്തപ്പം നിങ്ങളെ വീഡിയോയ്ക്ക് റിച്ച് ഉണ്ടായിരുന്നു, വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഓർത്തോ സുഹൃത്തെ, മേളിലൊരാൾ നിൽക്കുകയാണ്, അദ്ദേഹം ഇത് കാണും. അദ്ദേഹം നിങ്ങളെ ഈ പ്രവൃത്തികൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ പോകും. തീർച്ച തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചോളൂ. പറഞ്ഞു മനസ്സിലായി? ഇതില് ഞാൻ നിരപരാധിയാണ്. എന്നെ സ്നേഹിക്കുന്ന പറവസ്നേഹിക്ക് വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് അല്ലെങ്കിൽ പ്രാവിന്റെ അറിവ്, ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ഈ റിൻസ് കാരണം വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് റിൻസെ, താങ്കളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. താങ്കളുടെ അടുത്ത് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി താങ്കളുടെ അടുത്ത് താങ്കളെ യൂട്യൂബിൽ പറയുന്നുണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും അവരെ വിളിച്ചു ചോദിക്കുക, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാകും. എന്നിട്ട് മാത്രം താങ്കളെ യൂട്യൂബിനകത്ത് ആഡ് ചെയ്യുക, പബ്ലിക്കിനെ കാണിക്കുക. ഇങ്ങനെയുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും സാമാന്യ മര്യാദയെങ്കിലും താങ്കൾ കാണിച്ചാൽ താങ്കൾക്ക് നല്ലത്. നമസ്കാരം.